നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യമാണ് UDF രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ച അല്ലെങ്കിൽ കീറാമുട്ടിയായി മാറിയിരിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ പാർട്ടിക്കുള്ളിൽ ഉയരുന്ന നേതൃത്വ പോരാട്ടങ്ങളും ഗ്രൂപ്പ് രാഷ്ട്രീയവും കോൺഗ്രസിന് ഗുണകരമല്ല എന്ന ആശങ്കകളും ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വിലയിരുത്തലുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുമ്പോൾ വലിയൊരു വിഭാഗം പ്രവർത്തകരും സാധാരണ കോൺഗ്രസ് അനുകൂലികളും ഒരേ നിലപാടാണ് തുറന്നു പറയുന്നത്. VD സതീശൻ അല്ലാതെ മറ്റാരും ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായ തിരഞ്ഞെടുപ്പ് അല്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ജീവനോടെ നിലനിർത്തിയ മുഖമാണ് VD സതീശൻ. പിണറായി സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി രാഷ്ട്രീയ പോരാട്ടം നടത്തിയതും ജനകീയ വിഷയങ്ങൾ തെരുവിൽ നിന്ന് നിയമസഭ വരെ ഉയർത്തിക്കാട്ടിയതും സതീശനായിരുന്നു. സ്വർണ്ണക്കടത്ത് മുതൽ AI ക്യാമറ, മാസപ്പടി, ഫോൺ, സാമ്പത്തിക പ്രതിസന്ധി, നിയമവിവാദങ്ങൾ തുടങ്ങി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ നിരവധി വിഷയങ്ങളിൽ തുടർച്ചയായ ആക്രമണ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത് സതീശന്റെ നേതൃത്വമാണ്. കോൺഗ്രസ് ദുർബലമായി നിൽക്കുകയായിരുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് പുതിയ ആത്മവിശ്വാസം നൽകാനും അണികളെ സജീവമാക്കാനും സാധിച്ചതും അദ്ദേഹത്തിനാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന തീരുമാനത്തിലെത്തുന്നതിന് മുന്നോടിയായി കോൺഗ്രസ് MLA മാരുടെ മനസ്സറിയാൻ ഹൈക്കമാൻഡ് നിരീക്ഷകരെത്തി.